ഹായ് ഫ്രണ്ട്സ്, sanascrazywingസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മട്ടൻ കറി, അതായത് നാടൻ രീതിയിലുള്ള ഒരു മട്ടൻ കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ആദ്യം ഇവിടെ സവാള അരിഞ്ഞത് എടുക്കുക. ഒരു 2-3 സവാള മതിയാകും. ഇവിടെ സവാള കുറച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കറിക്ക് കൊഴുപ്പിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. മട്ടൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ആ കറിയുടെ ഫ്ലേവർ കൂടി ചേർന്ന് നല്ല ടേസ്റ്റ് കിട്ടും. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ നമുക്കൊരു 3 വരെ എടുക്കാം. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില നമ്മുടെ കാഴ്ചശക്തിയൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ ഈ മണത്തിനൊക്കെ താളിച്ച് ഇതിൽ ഇടാറുണ്ട് അല്ലേ. നമ്മളെല്ലാവരും കഴിക്കാൻ മടിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ കറിവേപ്പില അരച്ച് ചേർക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കളയില്ലല്ലോ. ഇനി നമുക്ക് മസാലപ്പൊടികൾ നോക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് വീട്ടിൽ പൊടിച്ച മസാലയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല മണം കിട്ടും. ഇനി 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ വേണം. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ച് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോഴേക്കും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് മതിയാകും. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം നല്ല ഈസി ആയിട്ട് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം കണ്ടോ, സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വാടിയ ശേഷം തക്കാളിയും പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 4-5 പച്ചമുളകും കൂടി ചേർത്ത് ഇളക്കണം. ദാ ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോഴേക്കും നല്ല മണം കിട്ടും. ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് വാടി എല്ലാം ഒന്ന് മിക്സായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണവും ഗരം മസാലയുടെ ഫ്ലേവറും എല്ലാം കൂടി ഈ മട്ടനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇതൊക്കെ ചേർത്തത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിന് ഉള്ള അളവാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഈ മസാലയൊക്കെ ഈ മട്ടനിലൊന്ന് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. കറിവേപ്പില ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. നമുക്കിനി ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഈ മട്ടൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മട്ടൻ ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി തുറന്നു നോക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഈ മട്ടനെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയൊക്കെ മട്ടനിൽ നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഗ്രേവി കുറച്ചാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇനിയാണ് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ടത്. നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ അതിൽ ഉടഞ്ഞ് മിക്സായി പോകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ നമുക്ക് അവസാനം നല്ലതായിട്ട് കിട്ടും. എന്നിട്ട് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ മട്ടൺ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് ഈ തേങ്ങ അരച്ച് ചേർക്കണം. അതിനായി കുറച്ച് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാത്തിനും കൂടുതൽ കറിവേപ്പില വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കറിവേപ്പില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കറിയിലാകുമ്പോൾ കറിവേപ്പില ഉണ്ടെന്ന് നമുക്കറിയില്ല, നമ്മൾ അറിയാതെ തന്നെ അത് കഴിക്കുകയും ചെയ്യും. ഇനി കറിവേപ്പിലയും തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ ഒന്ന് തുറന്ന് നോക്കിയാലോ. ഈ മട്ടൻ്റെ അവസ്ഥയൊക്കെ എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെയും നമുക്ക് കഴിക്കാം കേട്ടോ, പക്ഷേ തേങ്ങയും കൂടി അരച്ച് ചേർത്താൽ നല്ല രുചിയായിരിക്കും. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത തേങ്ങ മട്ടൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങയുടെ മിക്സ് ചേർക്കുമ്പോൾ തന്നെ ഈ കറിക്ക് നല്ല ഒരു മണവും അതുപോലെ തന്നെ നല്ല തിക്നെസ്സും കിട്ടും. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.